റയൽ മാഡ്രിഡ് സൂപ്പർ താരം റോഡ്രിഗോക്ക് മാഞ്ചസ്റ്റർ സിറ്റിയിൽ നിന്ന് വൻ ഓഫർ വന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ goal.com അടക്കമുള്ളവർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഈ ഒരു അപ്ഡേഷനിൽ പറയുന്നത് കഴിഞ്ഞ സമ്മറിലാണ് റോഡ്രിഗോക്ക് സിറ്റിയിൽ നിന്ന് ഒരു മികച്ച ഒരു ഓഫർ വന്നിട്ട് റോഡ്രിഗോ അത് വിരസിച്ചത് എന്നുള്ളത്. കഴിഞ്ഞ സീസണിൽ അദ്ദേഹത്തിന് ഓഫർ വന്ന സമയത്ത് അങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ കാരണം അദ്ദേഹത്തിന് റയൽ മാഡ്രിഡിൽ തന്നെ തുടരണം, അവിടെ നിന്ന് തന്നെ എന്തെങ്കിലുമൊക്കെ നേടണം എന്നുള്ളത് കൊണ്ടാണെന്നാണ് റിപ്പോർട്ടുകൾ. ഇപ്പോൾ റയൽ മാഡ്രിഡിന് തന്നെ അദ്ദേഹത്തെ ഒരു ദീർഘകാല കോൺട്രാക്റ്റിലേക്ക് അല്ലെങ്കിൽ ദീർഘകാല പ്ലാനിലേക്കാണ് താല്പര്യം ഓൾറെഡി ഉള്ളത്. അതുപോലെ തന്നെയാണ് റോഡ്രിഗോൻ്റെയും റയൽ മാഡ്രിഡും തമ്മിലുള്ള ബന്ധം. റയൽ മാഡ്രിഡിൽ നിന്ന് തന്നെ എന്തെങ്കിലുമൊക്കെ നേടണം എന്നുള്ളൊരു സ്റ്റാൻഡിലാണ് നിലവിൽ റോഡ്രിഗോ ഉള്ളത്. അതുകൊണ്ടൊക്കെ തന്നെയാണ് അദ്ദേഹം സിറ്റിയിലേക്ക് പെപ്പിൻ്റെ സിറ്റിയിലേക്ക് ചേക്കേറാതിരുന്നത് എന്നുള്ളതാണ് റിപ്പോർട്ടുകളൊക്കെ. ഏതായാലും റയലിൽ അദ്ദേഹം ഇപ്പോൾ കുഴപ്പമില്ലാതെ ചെറിയ പരിക്കുകളൊക്കെ ഉണ്ടായിരുന്നു. ആ പരിക്കുകളൊക്കെ ഒരു പരിക്ക് കഴിഞ്ഞപ്പോൾ അടുത്ത പരിക്ക് കിട്ടി. അങ്ങനെ ഇപ്പോൾ ഒന്ന് സെറ്റായിട്ടുണ്ട്, ടീമിൽ കുഴപ്പമില്ലാതെ പെർഫോം ചെയ്യുന്നുണ്ട്. അദ്ദേഹം കളത്തിലുണ്ടെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് സ്വന്തമായിട്ട് ഗെയിം മാറ്റിമറിക്കാനുള്ള കഴിവുള്ള താരമാണ് റോഡ്രിഗോ. ബ്രസീലിനും അതുപോലെ റയൽ മാഡ്രിഡിനൊക്കെ ഒരു പ്രതീക്ഷയാണ് റോഡ്രിഗോ യുവതാരം. ഏതായാലും കഴിഞ്ഞ സമ്മറിൽ മാഞ്ചസ്റ്റർ സിറ്റിയിൽ നിന്ന് വന്ന ഓഫർ നിരസിച്ചത് ഇപ്പോൾ goal.com അടക്കം റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. റയൽ മാഡ്രിഡിൽ തന്നെ തുടരണം എന്നുള്ളത് കൊണ്ടും അവിടെ നിന്ന് തന്നെ എന്തെങ്കിലുമൊക്കെ നേടണം എന്നുള്ളത് കൊണ്ടും അതുപോലെ തന്നെ റയൽ മാഡ്രിഡിൻ്റെ ദീർഘകാല പ്ലാനിൽ റോഡ്രിഗോ ഉണ്ടായത് കൊണ്ടുമൊക്കെയാണ് അദ്ദേഹം ആ ഒരു ഓഫർ സ്വീകരിക്കാതിരുന്നു എന്നതാണ് റിപ്പോർട്ട്.